ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ റൂം. അതെ, ഇവിടെ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇതിനകത്ത് കിടക്കാനും മേശയും സാധനങ്ങളും എല്ലാം കൂടെ വയ്ക്കാനും ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറ ഇച്ചിരി അകത്ത് വയ്ക്കാനും എന്നുള്ളൊരു എല്ലാത്തിനുള്ളൊരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും മാളിനിപ്പം ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പരിപാടികളും സാധനങ്ങളും എല്ലാം കൂടെ മാളിൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ആവാൻ വേണ്ടി പോവാണ്. അവർ വരുമ്പോൾ നൈസായിട്ട് ഒരു ദിവസം മാറി കൊടുക്കേണ്ട ആവശ്യമുള്ളല്ലോ. അപ്പം അങ്ങനെ ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റാനുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് മാളുവിൻ്റെ സെറ്റപ്പ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ടേബിള് കാര്യങ്ങൾ കട്ടിലെല്ലാം നമ്മളൊന്ന് ദിശയും കാര്യങ്ങളൊക്കെ തിരിച്ച് ഇതിൻ്റെ അകത്ത് നമ്മുടെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മാളിന്റെ മുറി കയറി ഏകദേശം എല്ലാം സെറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വർക്ക് സ്റ്റേഷൻ, സ്ക്രീന്, അതുപോലെ നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഈ ടേബിൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലൈറ്റപ്പിന്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ആയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും കുറച്ച് കാര്യങ്ങൾ ഒരുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം, നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങളനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് ഇന്ന് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെബ്രോണിക്സിന്റെ 9400 Pro Dolby 5.1 സൗണ്ട് ബാർ ആണ്. സൗണ്ട് ബാർ മാത്രമല്ല, ഇതിനകത്ത് സബ് വൂഫറും കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 7.93 കിലോഗ്രാം ആണ്, അതായത് ഏകദേശം 8 കിലോയുടെ. പിന്നെ 5.1 സൗണ്ട് ബാർ ആണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം പോവാം. ഇതിന്റെ പാക്കിങ് വെറൈറ്റി ആണ്. എന്താ ഒരു ടിപ്പർ ലോറി ഒക്കെ പോലെ ഇരിക്കുന്ന, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ട് ഇതായിട്ട് എന്താ ഒരു വണ്ടിയുടെ ആകൃതിയിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് പൊട്ടിച്ചപ്പോ കാണുന്ന ഒരു പാക്കേജിങ്. ഹൃതിക് റോഷനാണ് പരസ്യത്തിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ റിയർ സാറ്റലൈറ്റ് സ്പീക്കർ, ബാക്കിൽ വെക്കുന്ന 2 സ്പീക്കർ സാറ്റലൈറ്റ് സ്പീക്കറാണ്. പിന്നെ 5.1 ചാനലാണ്, 5 സ്പീക്കേഴ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒപ്റ്റിക്കൽ ഇന്ന് HDMI ACR. HDMI ACR വെച്ച് കഴിഞ്ഞാലാണ് ഈ ഡോൾബി ആയിട്ട് നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നോർമൽ 5.1 ആയിട്ട് ഒരു ഇതിലൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ടി വിന്നൊക്കെ ഈ HDMI ACR എന്ന് പറയുന്ന ഒരു കേബിൾ ഉണ്ട്. ആ കേബിൾ ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് അതുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡോൾബി ആയിട്ട് നമുക്ക് ഈ സൗണ്ട് സിസ്റ്റം ആസ്വദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പാക്കേജിങ് അടിപൊളിയാണ്. ഇതിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. USB ഉണ്ട്, അതുപോലെ സബ് വൂഫർ ബോക്സ് വെച്ച് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ വാൾ മൗണ്ടബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഭിത്തിയിൽ എവിടെയെങ്കിലും തൂക്കിയിടാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. പിന്നെ സറൗണ്ട് സൗണ്ട് ആണ് 5.1. പിന്നെ സൗണ്ട് ബാർ വിത്ത് 3 ഡൈവേഴ്സ്. പിന്നെ LED ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ അത് ഓൾറെഡി നമ്മൾ ആദ്യം വായിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ പാക്കേജിങ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ഒന്ന് കൈകാര്യം ചെയ്യാനൊക്കെ ഇച്ചിരി എളുപ്പമുള്ള രീതിയിലാണ്. പക്ഷെ ഊരിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് പവർ
525 വാട്ടാണ്. അതാണ് ഈ സെബ്രോണിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒറ്റ സ്പീക്കേഴ്സിനും ഇത്രയും വാട്ട് ഔട്ട്പുട്ടുള്ള ഒറ്റ സ്പീക്കർ പോലും എനിക്ക് നെറ്റിലോ ഒരു റിവ്യൂലോ ഒരു സ്ഥലത്തും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മാക്സിമം സപ്പോർട്ടഡ് മെമ്മറി സൈസ് 32 GB മെമ്മറി കാർഡ് ഇതിനകത്ത് പ്ലേ ചെയ്യും. പിന്നെ സബ് വൂഫറിന്റെ ഓരോന്നിന്റെ വലിപ്പവും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വെയിറ്റ് 7.7 അത് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. സൗണ്ട് ബാർ 1 യൂണിറ്റ്, സബ് വൂഫർ 1 യൂണിറ്റ്, സാറ്റലൈറ്റ് സ്പീക്കർ 2 യൂണിറ്റ്, റിമോട്ട് ഉണ്ട്, പിന്നെ ഇൻപുട്ട് കേബിൾ ഉണ്ട്, യൂസർ മാനുവൽ ഉണ്ട്, വാൾ മൗണ്ട് ബ്രാക്കറ്റ് വിത്ത് ഫാസ്റ്റ് ഇനേഴ്സ്. മിക്കവാറും അതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് അയച്ചു നോക്കാം. ഇത് അൺബോക്സ് ചെയ്യണമെങ്കിൽ ഒരാൾ പോരാ, രണ്ടുപേരെങ്കിലും മിനിമം വേണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനം ഇത്ര കഷ്ടപ്പെട്ട് അൺബോക്സ് ചെയ്യുന്നത്. സെബ്രോണിക്സിന്റെ അത് നരച്ച് ഉറുമ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ വന്നിട്ട് കയറിയതാണെന്ന് ഉറപ്പില്ല കേട്ടോ, കാരണം നമ്മുടെ വീട്ടിൽ ഇച്ചിരി ഉറുമ്പ് ശല്യം ഉണ്ട്. കാണാനൊക്കെ അടിപൊളിയാണ്, പ്രീമിയം ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അകത്തോട്ടൊരു തുളയുണ്ട്, കയ്യൊക്കെ പോകുന്നുണ്ട്. അമ്മമാർ എത്തുമെന്ന് അറിയാൻ പാടില്ല. കുഞ്ഞൊക്കെ ഇറങ്ങി നോക്കായിരുന്നു. ഇപ്പം ഇച്ചിരി വണ്ണമൊക്കെ വെച്ചു, നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാലോ. വണ്ണം വെച്ചു എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. ഇപ്പം ഇച്ചിരി വണ്ണം വെച്ചതാണ്. അയ്യോ. പിന്നെ ഇതിനകത്ത് USB ഉണ്ട് ഫ്രണ്ടിൽ. USB കുത്തി ഈ പാട്ട് കേൾക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മുകളിലായിട്ട് ആണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. മെയിൻ സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. പവർ വരുന്നുണ്ട്, വോളിയം കൂട്ടാൻ, വോളിയം കുറയ്ക്കാൻ, പിന്നെ നെക്സ്റ്റ് അടിക്കാനുള്ള ഇങ്ങനെ ഒരു 4 ബട്ടൺസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡുകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ഓക്സിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ കുത്താനുള്ളത് ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട്. പിന്നെ ARC കേബിൾ, ARC ഉണ്ടെങ്കിലാണ് ഡോൾബി പറ്റുള്ളൂ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ARC കുത്താനുള്ള പോർട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഓരോ സ്പീക്കേഴ്സും കുത്താനുള്ള ബട്ടൺസ് എല്ലാം താഴെ കൊടുത്തിരിക്കുന്നത്. SL, SR, സെൻറ്റർ, ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ ഓരോരോ സ്വിച്ചുകളൊക്കെയാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ പവർ കേബിള്. ഓക്കെ, പവർ കേബിൾ ഏകദേശം ഒരു 1 മീറ്റർ നീളമാണെന്ന് തോന്നുന്നു. ഏകദേശം ഇത്ര നീളം, 1 മീറ്റർ ഉണ്ടാവും ഏകദേശം. ഇനി ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം. സൗണ്ട് ബാറിൻ്റെ അകത്താണ് മെയിൻ ഉറുമ്പുകളുടെ കൂട്ടം. ഞാൻ ഈ പെട്ടി മാറ്റുവാണ്, കാരണം ഈ പെട്ടിക്കകത്താണ് ഉറുമ്പുകൾ. ഇത് സാറ്റലൈറ്റ് സ്പീക്കർ, ബാക്കിലത്തെ ഇതിന് സാറ്റലൈറ്റ് സ്പീക്കർ, ഇതിന്റെ മാനുവൽ റിമോട്ട്. ഇതിനകത്താണ് നിറച്ചുറുമ്പ് കാണാൻ പറ്റുന്നത്. നിറച്ചുറുമ്പാണ്, അതുകൊണ്ട് ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഗൈസ് അപ്പോൾ അത് ഒഴിവാക്കിയില്ല, കാരണം നിങ്ങളിത് കാണിച്ചു. അതുകൊണ്ട് ഞാൻ പുറത്തുകൊണ്ട് പൊട്ടി കളഞ്ഞിട്ട് എടുത്തു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. പാക്കേജിങ് അടിപൊളിയായിട്ട് ഈ സ്പീക്കർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര പ്രീമിയം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന പോലെ. പിന്നെ പ്രീമിയം അല്ലാന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വില ഇതിനുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ സൗണ്ട് ബാറിലേക്ക് വരാം. ഇതാണ് സബ് വൂഫർ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ
സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട് ബാറാണ് ഈ നീളമുള്ള സാധനം. CPU കുറച്ചുകൂടെ നീക്കി വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത്രയും നീളമുള്ളൊരു സൗണ്ട് ബാർ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ടേബിളിന്റെ ഏകദേശം വലുപ്പം വരും. ഇതിൽ കവർ അഴിച്ചു കഴിഞ്ഞാലും ആ ഒരു പിന്നെ വീണ്ടും ഇതിനൊരു പറിക്കാൻ വേണ്ടിയൊരു കവർ തന്നെ ഉണ്ട്. അങ്ങനെ കളഞ്ഞാലും അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ളൊരു ഭയങ്കര മിനുസായിട്ടുള്ളൊരു സംഗതി. നല്ലൊരു പ്രീമിയം ലുക്ക് ഈ സാധനത്തിനുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് പോലെ ചെറിയൊരു സംഗതി. ഇതിൻ്റെ ഒപ്പം ഒരു സ്റ്റിക്കറുകളെ കിട്ടുന്നതാണ് നിലത്തേക്ക് ഉറച്ച് വെക്കാൻ വേണ്ടി. നിറച്ച് ഉറുമ്പാട്ടോ. ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5 ഇതിൻ്റെ അകത്ത് 5 സ്പീക്കറുകളുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഗ്രില്ല് പോലെയാണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് 5 സ്പീക്കർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബാക്കിൽ സ്പീക്കർ കുത്താനുള്ള ആ സ്ഥലം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. സബ്വൂഫറിൻ്റെ ബാക്കിൽ ഓരോ കളറിലുള്ളൊരു ഭാഗം ഞാൻ കാണിച്ചു തന്നില്ല. ഇത് അത് ഏതൊക്കെ സ്പീക്കറാണോ കുത്തേണ്ടത് അതേ കളറിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. റെഡിൻ്റെ സ്ഥലത്ത് റെഡ്, അതുപോലെ വൈറ്റിൻ്റെ സ്ഥലത്ത് വൈറ്റ്, ബ്ലൂവിൻ്റെ സ്ഥലത്ത് ബ്ലൂ. അതുപോലെ 2 സാറ്റലൈറ്റ് സ്പീക്കറുകളുണ്ട്. ഈ രണ്ടിനും അതുപോലെ തന്നെ കളറുകളുണ്ടാവും. യെസ്, ഇതിന് ഗ്രേ ആണ്. അപ്പോൾ ആ ഗ്രേയുടെ ഭാഗത്ത് ഇതിനെല്ലാത്തിനും മറ്റേ വാൾ മൗണ്ട് ഉണ്ട് കേട്ടോ. ഭിത്തിയിൽ തറക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പീക്കറുകളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പറഞ്ഞില്ല, ഗ്ലോസി ഒരു നല്ല ഫിനിഷിങ് ആയിട്ടുള്ളൊരു ഗ്ലോസി സംഗതിയാണ് ഇതിനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഗ്രേ പിന്നുണ്ട്. അപ്പം അത് ഇവിടെ ഗ്രേയിൽ കുത്തുക. ഇത്രയാണ് സ്പീക്കേഴ്സിൽ നമുക്കുള്ളത്. പിന്നെ ഇതിനകത്തുള്ള ഒരു യൂസർ മാനുവലും ഒരു റിമോട്ടും. ഇതാണ് മറ്റേ വാൾ മൗണ്ട്. ഇത് മൊത്തം എത്രണ്ണം വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ഒന്ന് ഇത് 2 നിറയ്ക്കാനുള്ള ഭാഗമുണ്ട്. ഇതൊന്ന് ആ സൈഡിലൊന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ 2 സാറ്റലൈറ്റ് സ്പീക്കറുകൾക്കുള്ളതുമായിട്ട് ടോട്ടലി 4 വെച്ചാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഓക്സ് കേബിളാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് ഈ 2 പിന്നുകൾ റെഡും വൈറ്റുമായിട്ട് വരുന്ന പിന്നുകൾ കുത്താൻ ഇവിടെ ഇൻപുട്ടിൻ്റെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഓക്സ് നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ കുത്താൻ, ടി വിയിലാണെങ്കിൽ ടി വിയിൽ കുത്താം. അല്ലെങ്കിൽ ഡോൾബി ഡിജിറ്റൽ തന്നെ നിങ്ങൾക്ക്, അതായത് ശരിക്കും ഈ സാധനം ഡോൾബി ഡിജിറ്റലായിട്ട് തന്നെ ആസ്വദിക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അതിനായിട്ടാണ് ഞാനിത് മേടിച്ചത്. കാരണം OTT ആയിട്ടാണ് ഇപ്പോൾ സിനിമകളെല്ലാം റിലീസ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നോർമലി മൊബൈലിൽ അല്ലെങ്കിൽ ടി വിയിലൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ആ ഒരു എഫക്റ്റിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും റിവ്യൂ ചെയ്യുമ്പോഴും ആ സിനിമ കാണുമ്പോഴും എല്ലാം നമുക്ക് അനുഭവിച്ച എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഇത് മേടിക്കാനുള്ള റീസൺ. പിന്നെ നമ്മളൊരു ചെറിയ സ്റ്റുഡിയോ പരിപാടികൾ കാരണം തുടങ്ങാനൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പം അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കാര്യങ്ങളെല്ലാം മാറ്റും. അപ്പം അതിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് യൂസർ മാനുവൽ ഉണ്ട്. ശരിക്കും യൂസർ മാനുവലിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരുപാട് വലിയ സംഭവമൊന്നും ഇതിനകത്ത് ഇല്ല. നമുക്ക് നോർമലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാനുള്ള സംഗതികളെ ഇതിൻ്റെ അകത്തുള്ളൂ. ഒരു സാധാരണ എന്താ ഒരു 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കൊക്കെ നോർമലി മനസ്സിലാവുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മുതിർന്നവർക്കൊക്കെയാണ് മനസ്സിലാവാൻ പാടുണ്ടാവുള്ളൂ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് മനസ്സിലാവും. എന്നുവെച്ചാൽ 40 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതിൽ താഴെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഈസിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്തുള്ളത് റിമോട്ടാണ്. റിമോട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പവർ ബട്ടണ്, മ്യൂട്ട്, അതുപോലെ തന്നെ പെയർ ചെയ്യുന്നത് അതെനിക്കാണ് ബ്ലൂടൂത്ത് പെയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. റീസെറ്റ്, ഡിസ്പ്ലേ ബട്ടൺ, അതുപോലെ വോളിയം കുറയ്ക്കാൻ, സോങ് കാര്യങ്ങളെല്ലാം മാറ്റാൻ, പിന്നെ മൂവി മോഡ്. അതും ഇതിൻ്റെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ ചില സാധനങ്ങളിലൊക്കെ നമ്മൾ മ്യൂസിക് കേൾക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ബാസ് കാര്യങ്ങളൊക്കെ കൂട്ടിക്കിട്ടിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിടും. അത് കഴിഞ്ഞൊരു സിനിമ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓഡിയോ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമാവില്ലാത്തൊരവസ്ഥ വരും.
ന്യൂസ് കേൾക്കുമ്പോൾ അതിനൊരു ബാസ് പോലൊരു സംഗതിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വോയിസ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത അവസ്ഥയൊക്കെ വരും. അതേ സമയത്ത് ഇവിടെ ഈ റിമോട്ടിൽ അതിനെല്ലാം മോഡുകളുണ്ട്. മ്യൂസിക് മോഡുണ്ട്, മൂവി മോഡുണ്ട്, ന്യൂസ് മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്. അങ്ങനെ പലതരം മോഡുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് മാറ്റി ആ സൗണ്ട് ക്ലാരിറ്റി ക്ലിയറുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത് എസ്പെഷ്യലി എൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സറൗണ്ട് സംഗതി കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ഒപ്പം റിമോട്ടിൻ്റെ 2 ബാറ്ററി, ഇത്ര സംഗതികളാണ് വരുന്നത്. പക്ഷെ നോർമലി പല സ്പീക്കറുകളുടെ ഒപ്പം നമ്മൾ ഈ നിലത്താണ് വയ്ക്കുന്നതെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് ഇരിക്കാനും ഉറച്ചിരിക്കാനൊക്കെ വേണ്ടിയൊരു സ്റ്റിക്കർ പോലത്തെ, അതായത് 2 സൈഡും സെല്ലോ ടേപ്പ് പോലത്തെ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഗതി യൂഷ്വലി കൊടുക്കുന്നതാണ്. ഇതിനകത്ത് അതില്ല, അതിന്റെ ആവശ്യമില്ലായിരിക്കും ചിലപ്പോൾ. ഇതിന് നോർമലി ഉറച്ചിരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ സബ് വൂഫറിന്റെ അടിയിലാണെങ്കിൽ ഒരു ബുഷ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുഷ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും, അതായത് ഇപ്പം ഒരു ടൈലിലേക്കാണ് നമ്മൾ വെക്കുന്നെങ്കിൽ ഒരു അടിയിൽ റബ്ബർ ബുഷ് ഉള്ളതുകൊണ്ട് അത് ഇളകാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും മേ ബി ഇതിൻ്റെ ഒപ്പം അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തത്. ഓക്കെ, റിമോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കൊന്ന് കുത്തി പ്രവർത്തിപ്പിച്ച് നോക്കാം. കുത്തി പ്രവർത്തിച്ച് നോക്കിയിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളോട് പറയാം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, നമ്മുടെ CPU ഇച്ചിരി നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് ബാനോട് വയ്ക്കാൻ പോലുള്ള സ്ഥലമുള്ളൂ, അത്ര നീളമുള്ള ഒരു സാധനമാണത്. ഇതിന്റെ ഒരു ബാക്ക് സ്പീക്കേഴ്സ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം ഇത് വയർലെസ് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വയർലെസ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷ. പക്ഷേ വയറാണ്. നമ്മുടെ റൂമിൽ കൂടെ അതിലേക്ക് വയർ ഒലിക്കൽ ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്, എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതായാലും. ഓക്കെ, നമ്മൾ ഫുള്ള് വലിച്ചിടുന്നില്ല. ഇതിനും ഒരുപാട് നീളമുണ്ട്, ഒരു 3 മീറ്ററോളം നീളം ഇതിനുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. മൊത്തം നമ്മൾ വലിച്ച് ചാടിക്കുന്നില്ല. കാരണം മൊത്തം റൂമിൽ കൂടെ വയർ വലിച്ചാൽ ആകെ അലങ്കോലെ നാശമാവും. അതുകൊണ്ട് നമ്മളൊന്ന് കേട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമാണ് ആയിരിക്കുന്നത്. നമ്മൾ കുറെ നേരം ഇതിന്റെ ഓസ് കേബിളിലും കാര്യങ്ങളൊക്കെ ഇട്ട് പണിതു. ശരിക്കും അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ബ്ലൂടൂത്ത് വഴി ഓട്ടോമാറ്റിക്കലി നമുക്ക് മൊബൈലായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ടോ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം സബോൺസിന്റെ സ്പീക്കറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് ഇത്ര നേരം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് നോൺ കോപ്പറേറ്റഡ് സോങ് കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ വെച്ചിട്ട് പ്ലേ ചെയ്ത് നോക്കി. യൂട്യൂബിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 5.1 അല്ലെങ്കിൽ ഡോൾബി ഡിജിറ്റലോ ഒന്നും നിങ്ങൾക്ക് ലഭ്യമാവില്ല. നമ്മൾ ഒന്നിലെ നെറ്റ്ഫ്ലിക്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൾബി ഡിജിറ്റൽ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല HDMI മറ്റേ AR കേബിൾ വേണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കണക്ട് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ യൂട്യൂബ് വെച്ച് നമ്മൾ പ്ലേ ചെയ്തതിൽ നിന്നും സൗണ്ട് കൊണ്ട് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നിങ്ങളോട് എടുത്തു പറഞ്ഞ ആ ഒരു പോയിന്റ്, മ്യൂസിക് മൂവി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി. മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബാസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രത്യേക ഒരു എഫക്റ്റിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂവിയിലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടെ ട്രിബിൾ കാര്യങ്ങളെല്ലാം കൂടി വേറൊരു സ്മൂത്ത് ആയിട്ട് സൗണ്ടിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ന്യൂസിന്റെ കാര്യം. ന്യൂസും നമുക്ക് ആ ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ മാറ്റി കേട്ട് നോക്കി. പിന്നെ ഇതിന്റെ ഒരു സൗണ്ട് ഞാൻ പ്ലേ ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാത്തതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ചിലപ്പോൾ നോൺ കോപ്പറേറ്റഡ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നോൺ കോപ്പറേറ്റഡ് ഒന്നും ആയിരിക്കില്ല. അത് ഓട്ടോമാറ്റിക്കലി കോപ്പറേറ്റഡ് കയറി പിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ എത്ര നല്ല സ്പീക്കറിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കേൾക്കുന്ന സ്പീക്കറിന്റെ ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിലാണ് ഞാൻ വോയിസ് കേൾപ്പിക്കുന്നത്. അപ്പൊ ആ മൈക്രോഫോൺ എത്രത്തോളം ക്ലാരിറ്റിയിൽ
ഈ സംഗതി പിടിക്കുന്നു എന്നുള്ളതും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ എത്ര വലിയ കൊട്ടിഘോഷത്തിൽ അടിപൊളി സൗണ്ട് ആയിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കേൾക്കുന്ന ഔട്ട്പുട്ട് ഈ 2 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാനത് കേൾപ്പിക്കാത്തത്. പക്ഷെ സൗണ്ട് നല്ല ലൗഡായിട്ടുള്ള സൗണ്ടും ഉണ്ട്, അടിപൊളി ക്ലാരിറ്റി ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇതിനകത്തോടെ കേൾക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ യൂട്യൂബിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത കുറച്ച് 5.1 ക്ലിപ്പുകൾ, ഡിജിറ്റൽ ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ കേട്ടു. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഞാൻ HDMI കേബിൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, നോർമൽ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നോക്കിയത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുക. ഇതിന് ടോട്ടലി വില വരുന്നതെന്ന് പറഞ്ഞാൽ 14,000 രൂപയാണ്. പിന്നെ റിന്യൂ ചെയ്ത പ്രൊഡക്റ്റുകളുണ്ട്. റിന്യൂ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് ഓൾറെഡി നമ്മൾ ആർക്കെങ്കിലും വിറ്റ ഒരു സാധനമായിരിക്കും. വിറ്റതിന് ശേഷം അവർ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് കേൾക്കുന്നില്ല, ക്ലാരിറ്റി ഇല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയക്കുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റുകൾ അവർ മേടിച്ചതിന് ശേഷം അതിന്റെ ഉള്ളിൽ ചെറിയ ബോർഡുകളോ കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ആയിരിക്കും. ആ സാധനം അവർ മാറ്റി വെച്ചതിന് ശേഷം പുത്തൻ തന്നെയായിട്ട്, പുതിയ സാധനം തന്നെയായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യുന്ന തരുന്ന സാധനമാണ് റിന്യൂഡ് പ്രൊഡക്റ്റ്. അങ്ങനെയുള്ള സാധനത്തിന് ആ ടോട്ടൽ വില വരുന്നതിൽ നിന്ന് നല്ലൊരു വ്യത്യാസം നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. സെബ്രോണിക്സിന്റെയും അങ്ങനെയുള്ള കുറെ സ്പീക്കേഴ്സ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയതിനു ശേഷം അത് ക്ലിക്ക് ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ സൗണ്ട് അനുഭവം തന്നെ തീർച്ചയായിട്ടും കാണാൻ പറ്റും, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ പോയി സെബ്രോണിക്സിന്റെ പ്രൊഡക്റ്റ് മേടിക്കുക. പിന്നെ ഇതിനകത്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൽ വെക്കുന്ന 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ആണ്. സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ വയർലെസ് ആയിട്ട് ബാക്കിലെവിടെയെങ്കിലും വെക്കായിരിക്കും, ചാർജ് ചെയ്തിട്ടൊന്നുമല്ലോ ബാക്കിൽ വെക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ഇത് വയർഡാണ്. അപ്പൊ നമുക്ക് റൂമിലൂടെ വയർ ഇങ്ങനെ വലിച്ചു നടക്കൽ അത്രൊരു എന്താ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ലുക്കിന്റെ കാര്യത്തിലും വർക്കിന്റെ കാര്യത്തിലും എല്ലാത്തിലും അടിപൊളിയായിട്ടുള്ള ഒരു തിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ വീട് പൊളിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. പക്ഷെ കൂടുതൽ പേര് വീട്ടിലും കാരണവന്മാര് ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് വോളിയം വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ചീത്ത പറയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഇതിന്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കല്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഹോം തിയേറ്റർ മേടിക്കാനിരിക്കുവാണെങ്കിൽ 5.1 ഹോം തിയേറ്റർ മേടിക്കാനിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെബ്രോണിക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലൗഡായിട്ടുള്ളത്, അതായത് 525 എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഔട്ട്പുട്ട് കിട്ടുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്പീക്കർ സെബ്രോണിക്സിന്റെ ഈ ഒരു സ്പീക്കർ തന്നെയാണ്, അത് നോ ഡൗട്ട്. പിന്നെ ആരെങ്കിലും സെബ്രോണിക്സിന്റെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നല്ല സെബ്രോണിക്സിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, അതായത് സൗണ്ട് സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാതെ ബൈ.